ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക് 2 ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജിയുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ അവസാന ഭാഗത്തേക്കാണ് കടക്കുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്, സംഘടന എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക, ഓർഗനൈസേഷൻ, സംഘടനകൾ. അപ്പോൾ വ്യക്തികളുടെ അല്ലെങ്കിൽ ഘടകങ്ങളുടെ ക്രമീകരണം എന്നൊക്കെയാണ് സംഘടന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. മനസ്സിലായ? വ്യക്തികളുടെ ക്രമീകരണം അല്ലെങ്കിൽ പല ഘടകങ്ങളുടെ ക്രമീകരണം എന്ന അർത്ഥത്തിലാണ് നമ്മൾ സംഘടന എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സംഘടനയുടെ പ്രവർത്തനം ഒരു ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയുടെ, ഒരു യന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഒക്കെ പ്രവർത്തനം പോലെ തന്നെയാണ് അല്ലേ. അതായത് ഇപ്പോൾ മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് പല അവയവങ്ങൾ കൂടിച്ചേരുന്നതാണ്. പല അവയവങ്ങൾ തമ്മിൽ പരസ്പര ബന്ധവും അവ തമ്മിൽ പരസ്പര ആശ്രയത്വമൊക്കെ മനുഷ്യ ശരീരത്തിനുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമാവുന്നത്. അതുപോലെയാണ് ഒരു സംഘടനയ്ക്ക് പല ഭാഗങ്ങളുണ്ട്. ആ സംഘടനയുടെ പല വ്യത്യസ്ത ഘടകങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ആ സംഘടനയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. മനസ്സിലായോ? അങ്ങനെ വ്യത്യസ്ത ഘടകങ്ങളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു ക്രമീകരണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സംഘടന എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സംഘടനയിൽ വ്യക്തികൾ അല്ലെങ്കിൽ ഘടകങ്ങൾ തമ്മിൽ പരസ്പര ബന്ധവും അതുപോലെ തന്നെ പരസ്പര ആശ്രയത്വമൊക്കെ ഉണ്ടായിരിക്കുന്നുള്ളതാണ് ഒരു സംഘടനയുടെ പ്രത്യേകത. അപ്പോൾ സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് സംഘടന എന്ന് പറയുന്നത്. മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഒരു ശൃംഖലയെയാണ് നമ്മൾ സംഘടന എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സംഘടനയെ സംബന്ധിച്ച് അതിൽ മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സംഘടനയിലെ അംഗങ്ങൾക്ക് അവരുടെ പദവി അനുസരിച്ച് കൃത്യമായ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകിയിട്ടുണ്ടാവും എന്നുള്ളതും സംഘടനയുടെ പ്രത്യേകതയാണ്. അപ്പോൾ സംഘടനയിലെ അംഗങ്ങൾക്ക് ഓരോ പദവി നൽകിയിട്ടുണ്ടാവും. ആ പദവിക്കനുസരിച്ച് അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളും കടമകളൊക്കെ എന്ത് ചെയ്യാനുണ്ടാവും, നിർവഹിക്കാനുണ്ടാവും എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് ഒരു ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്ര മനസ്സിലാക്കുക, വ്യക്തികൾ തമ്മിലും ഗ്രൂപ്പുകൾ തമ്മിലൊക്കെ ഉള്ള പരസ്പര ബന്ധത്തിനുള്ള ഒരു ക്രമീകരണത്തെയാണ് നമ്മൾ സംഘടന എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ സംഘടന എന്ന് വിളിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ നമുക്ക് പലതരത്തിലുള്ള സംഘടനകൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള ഭരണകൂടം, ഗവൺമെൻറ് നമ്മളെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക സംഘടനയായിട്ടുള്ള ഒരു ഫാക്ടറി നമ്മളെ സമൂഹത്തിലുണ്ട്. ധനകാര്യ സംഘടനയായിട്ടുള്ള ബാങ്ക്, അതൊരു ഓർഗനൈസേഷനാണ്, ബാങ്ക്. അതുപോലെ തന്നെ അന്തർദേശീയ സംഘടനയായിട്ടുള്ള ഐക്യരാഷ്ട്രസഭ, UNO അല്ലേ. അപ്പോൾ ഇതൊക്കെ സംഘടനകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം സംഘടനകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും അല്ലേ. എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക, ഡെഫിനിഷൻ ഓഫ് ഓർഗനൈസേഷൻ. സംഘടനയുടെ നിർവചനങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വ്യത്യസ്ത സോഷ്യോളജിസ്റ്റുകൾ വ്യത്യസ്ത രീതിയിൽ സംഘടനയ്ക്ക് നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും ഇടയിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ ഘടന അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ക്രമീകരണത്തെയാണ് നമ്മൾ സോഷ്യൽ ഓർഗനൈസേഷൻ, സാമൂഹ്യ സംഘടന എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വ്യക്തികളുടെ അല്ലെങ്കിൽ ഘടകങ്ങളുടെ ക്രമീകരണം എന്നൊക്കെയാണ് സംഘടന, ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സമൂഹത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളും അവ തമ്മിലുള്ള പരസ്പര ആശ്രയത്വവും വിശകലനം ചെയ്യാനായിട്ടാണ് സോഷ്യോളജിസ്റ്റുകൾ സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യ സംഘടന എന്നൊക്കെ പറഞ്ഞ പദം ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു സമൂഹത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളും ആ വ്യത്യസ്ത ഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധവും അതിൻ്റെ പ്രവർത്തനമൊക്കെ സൂചിപ്പിക്കാനായിട്ട് സോഷ്യോളജിസ്റ്റുകൾ സോഷ്യൽ ഓർഗനൈസേഷൻ, സാമൂഹ്യ സംഘടന എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കാറുണ്ട്. ചില സോഷ്യോളജിസ്റ്റുകൾ ഇതിനെ സോഷ്യൽ സിസ്റ്റം, സാമൂഹ്യ വ്യവസ്ഥിതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് സംഘടന എന്ന് ചോദിച്ചാൽ HM ജോൺസന്റെ അഭിപ്രായത്തിൽ ഇടപെടൽ സംവിധാനങ്ങളുടെ ഒരു വശമാണ് സംഘടന അല്ലേ. മനുഷ്യന്മാർ തമ്മിലുള്ള ഇടപെടലിൻ്റെ ഒരു വശമായിട്ടാണ് സംഘടനയെ ആര് കാണുന്നത്, HM ജോൺസൺ കാണുന്നത്. അപ്പോൾ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിനും മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പര ഇടപെടലിനുള്ള ഒരു സംവിധാനം, ആ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സംഘടനകളെ ആര് കാണുന്നത്, HM ജോൺസനെ പോലുള്ള പണ്ഡിതന്മാർ കാണുന്നത്. അപ്പോൾ സമൂഹത്തിലെ ഏതൊരു ഗ്രൂപ്പും ഏതൊരു സ്ഥാപനവും ഏതൊരു സാമൂഹിക വ്യവസ്ഥയും എന്തിനുദാഹരണമായിട്ട് പറയാം, ഒരു സാമൂഹ്യ സംഘടനയ്ക്ക്, ഒരു സോഷ്യൽ ഓർഗനൈസേഷന് ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിനുള്ള ഒരു ക്രമീകരണം മാത്രമാണ് എന്ത്, സംഘടന അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു സംഘടനയുടെ സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സംഘടനയുടെ പ്രത്യേകതകൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോകുകയാണ്. ഒന്നാമത്തത്, എ ഡെഫിനിറ്റ് പർപ്പസ്.
ഏതൊരു സംഘടനക്കും ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവണം. മനസ്സിലായോ? ഒരു സംഘടനയിലെ അംഗങ്ങളെ ഒന്നിപ്പിക്കുന്നത് പൊതുവായ ലക്ഷ്യമാണ് അല്ലേ? ഏതൊരു സംഘടനയും പൊതുവായ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. സംഘടനയിലെ അംഗങ്ങളെ ഒന്നിപ്പിക്കുന്ന കാര്യം പൊതുവായ ലക്ഷ്യമാണ് അല്ലേ? ഒറ്റ ലക്ഷ്യമുള്ള ഒരു കൂട്ടം ആൾക്കാർ ചേരുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? അതൊരു സംഘടനയായിട്ട് മാറുന്നത്. പൊതുവായ ലക്ഷ്യം നേടാനായിട്ട് ഒന്നിക്കുന്ന ആളുകളാണ് സംഘടനയിലെ അംഗങ്ങൾ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏതൊരു സംഘടനക്കും എന്തു വേണം? ഒരു പൊതുവായ ലക്ഷ്യം, ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് സംഘടനയുടെ പ്രത്യേകതയാണ്. രണ്ടാമത്തേത് എന്താണ്? അപ്പോൾ ഒരു സംഘടനയിലെ അംഗങ്ങൾക്ക് പൊതുവായ ലക്ഷ്യം ഉണ്ടായാൽ മാത്രം പോരാ, യുനാനിമിറ്റി ഓർ കൺസെൻസസ് എമംഗ് മെമ്പേഴ്സ്. അതിലെ അംഗങ്ങൾ തമ്മിൽ യോജിപ്പ് ഉണ്ടാവണം. അംഗങ്ങൾ തമ്മിലുള്ള യോജിപ്പും പരസ്പര സഹകരണവുമാണ് ഒരു സംഘടനയുടെ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യം. അപ്പോൾ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് നല്ല യോജിപ്പ് വേണം, അവർ തമ്മിൽ പരസ്പര സഹകരണം ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കി വെക്കുക. പൊതുവായ താല്പര്യം ഉണ്ടെങ്കിലേ ഒരു സംഘടനയിലെ അംഗങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയൂ. അപ്പോൾ പൊതുവായ താല്പര്യമുള്ള ആളുകളായിരിക്കും ഒരു സംഘടനയിൽ ഉണ്ടാകുക. അവർ തമ്മിൽ നല്ല യോജിപ്പും പരസ്പര സഹകരണവും ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സംഘടന എന്ന് വിളിക്കുക. അപ്പോൾ പരസ്പരമായ യോജിപ്പും പരസ്പര സഹകരണമൊക്കെ ഒരു സംഘടനക്ക് നിർബന്ധമാണ്. ഓക്കെ, അടുത്തത് ഒരു സംഘടനയുടെ മൂന്നാമത്തെ സവിശേഷത എന്താ? ഹാർമണി ബിറ്റ്വീൻ സ്റ്റാറ്റസസ് ആൻഡ് റോൾസ്. പദവിയും പങ്കും തമ്മിലുള്ള ഒത്തിണക്കാണ്. അതായത് ഏതൊരു സംഘടനയിലെയും അംഗങ്ങൾക്ക് കൃത്യമായ സ്ഥാനവും ചില ഉത്തരവാദിത്തങ്ങളും കടമകളൊക്കെ നൽകാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു സംഘടനയിലെ അതിലെ അംഗത്തിന് ലഭിക്കുന്ന സ്ഥാനത്തെ നമ്മൾ പദവി എന്നാണ് പറയാം. മനസ്സിലായോ? പദവി എന്നാണ് പറയാം. എന്നാൽ ആ സ്ഥാനത്തിനൊപ്പം അയാൾക്ക് നൽകുന്ന ഉത്തരവാദിത്തങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പങ്ക്. അപ്പോൾ ഏതൊരു സംഘടനയിലും ഒരാൾ ചേരുമ്പോൾ അയാൾക്ക് പദവിയും നൽകും, അതുപോലെ തന്നെ ഒരു പങ്കും അതിനൊപ്പം നൽകാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കോളേജിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ കോളേജിലെ ഉത്തരവാദിത്തങ്ങൾ പ്രിൻസിപ്പാൾ, അധ്യാപകർ, ക്ലർക്കുമാർ, വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ വീതിച്ച് കൊടുക്കണം അല്ലേ? അപ്പോൾ ഇവരൊക്കെ അടങ്ങുന്നതാണ് ഒരു കോളേജ് എന്ന് പറയുന്നത്. ഇവർ ഓരോരുത്തർക്കും അവരുടേതായ പദവിയും പങ്കൊക്കെ നിർവഹിക്കാൻ ഉണ്ടാകും. ഏതൊരു സംഘടനയിലും അതിലെ അംഗങ്ങൾക്ക് ചില പദവികളും പങ്കും നൽകാം. അപ്പോൾ ഈ പദവിക്ക് അനുസരിച്ചായിരിക്കണം അയാളുടെ പങ്ക്. മനസ്സിലായോ? അപ്പോൾ ഒരാളുടെ പങ്കിന് ആനുപാതികമായിട്ടായിരിക്കണം അയാൾക്ക് ലഭിക്കുന്ന സ്ഥാനം. അപ്പോൾ സംഘടനയിൽ ഒരാൾക്കൊരു പദവി നൽകുമ്പോൾ ആ പദവിക്കനുസരിച്ചായിരിക്കണം അയാളുടെ പങ്ക്. അപ്പോൾ നൽകുന്ന പങ്കിന് എത്രത്തോളം മൂല്യമുണ്ട് അതിനനുസരിച്ചുള്ള സ്ഥാനമാണ്, അതിനനുസരിച്ചുള്ള പദവിയാണ് ഒരു വ്യക്തിക്ക് സംഘടനയിൽ കൊടുക്കേണ്ടത് അല്ലേ? അതായത് നല്ല ഉത്തരവാദിത്തങ്ങൾ, നല്ല കഴിവും കാര്യങ്ങളും ആവശ്യമുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അയാൾക്ക് ആ സംഘടനയിൽ നല്ല ഉയർന്ന സ്ഥാനം തന്നെ കൊടുക്കണം. എന്നാൽ അത്ര പ്രയാസമില്ലാത്ത, വളരെ എളുപ്പത്തിൽ നിർവഹിക്കാൻ പറ്റുന്ന ഒരു പങ്ക്, നിർവഹിക്കാൻ പറ്റുന്ന ഒരു ഉത്തരവാദിത്തം ഒരു സംഘടനയിൽ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് അതിനനുസരിച്ചുള്ള സ്ഥാനം ആ സംഘടനയിൽ കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഒരാൾക്ക് ഒരു സംഘടനയിൽ എത്രത്തോളം പങ്കുണ്ടോ ആ പങ്കിനനുസരിച്ചായിരിക്കണം അയാൾക്ക് സംഘടനയിൽ നൽകേണ്ട സ്ഥാനം അല്ലെങ്കിൽ പദവി. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇതാണ് പദവിയും പങ്കും തമ്മിലുള്ള ഒരു ഒത്തിണക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഒരു സംഘടനക്ക് അതിലെ അംഗങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ സംഘടനയിലെ അംഗങ്ങളെ നിയന്ത്രിക്കാൻ സംഘടനയ്ക്ക് ചില നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാവും. ഈ നിയമങ്ങളും ചട്ടങ്ങളും അംഗീകരിക്കാത്ത ആൾക്കാർക്ക് ശിക്ഷ ലഭിക്കും. ഇപ്പോൾ ഒരു കോളേജ് ഒരു സംഘടനയായിട്ട് കാണുകയാണെങ്കിൽ, കോളേജ് ഒരു സംഘടനയാണ്. അപ്പോൾ കോളേജിലെ വിദ്യാർത്ഥി കോളേജിലെ നിയമങ്ങളും അതുപോലെ തന്നെ ചട്ടങ്ങളും അനുസരിക്കുന്നില്ലെങ്കിൽ അയാളെ കോളേജിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? പുറത്താക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ സംഘടനയ്ക്ക് ചില നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടായിരിക്കും. ഈ നിയമങ്ങളും ചട്ടങ്ങളും വഴി സംഘടന അതിലെ അംഗങ്ങൾ എന്ത് ചെയ്യും? നിയന്ത്രിക്കാറുണ്ട്. അവരുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ സംഘടനയ്ക്ക് പറ്റും. മനസ്സിലായോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഔപചാരികവും അനൗപചാരികവുമായ സംഘടനകൾ. അപ്പോൾ സോഷ്യോളജിസ്റ്റുകൾ സംഘടനകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫോർമൽ ഓർഗനൈസേഷൻ, ഔപചാരിക സംഘടനകൾ. രണ്ട് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അനൗപചാരിക സംഘടനകൾ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. ഔപചാരിക സംഘടനകൾ എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ ഘടനയും കൃത്യമായ നടപടിക്രമങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ച കൃത്യമായ ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായി നിശ്ചയിക്കപ്പെട്ട ഘടനയും നടപടിക്രമങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉള്ള ഒരു സംഘടനയാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം അല്ലേ? ഔപചാരിക സംഘടനയിലെ അംഗങ്ങൾക്ക് കൃത്യമായ പദവിയും പങ്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിശ്ചയിച്ചിട്ടുണ്ടാവും അല്ലേ? കൃത്യമായിട്ടുള്ള ഒരു റോള് നിശ്ചയിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ
ഇതിലെ അംഗങ്ങളെ നിയന്ത്രിക്കാൻ കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഫോർമൽ ഓർഗനൈസേഷനിലുണ്ടാവും. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷനിലെ അംഗങ്ങളെ നിയന്ത്രിക്കാൻ കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാവും, അതിന് കൃത്യമായ ഒരു ഘടന ഉണ്ടാവും, അതിന് കൃത്യമായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും. അതിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം എപ്പോഴും ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്, ഒരു സ്കൂൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫോർമൽ ഓർഗനൈസേഷൻ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിന് കൃത്യമായ നടപടിക്രമങ്ങൾ, അത് പ്രവർത്തിക്കുന്നതിന് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ അതിലെ അംഗങ്ങളെ നിയന്ത്രിക്കാൻ കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സംഘടനകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ ഉദാഹരണമാണ് ഗവൺമെൻറ്, ബാങ്ക്, സ്കൂളൊക്കെ. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷനുകളുണ്ട്, അനൗപചാരിക സംഘടനകൾ. അപ്പോൾ വ്യക്തികളെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന നമ്മളെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഏതൊരു സംവിധാനത്തെയും നമുക്ക് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. വ്യക്തികളെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന സംവിധാനം. അപ്പോൾ വ്യക്തികൾ ഒന്നിച്ച് പരസ്പരം പ്രവർത്തിക്കാനോ അവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിനൊക്കെ സൗകര്യം ഒരുക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ വ്യക്തിബന്ധങ്ങളാണ് എപ്പോഴും ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. ഔപചാരിക ബന്ധങ്ങൾ ഉണ്ടാവില്ല, വ്യക്തിബന്ധങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഇൻഫോർമൽ ഓർഗനൈസേഷനിലെ അംഗങ്ങളെ നിയന്ത്രിക്കാൻ കൃത്യമായ പെരുമാറ്റ ചട്ടങ്ങളും നിയമങ്ങളും അല്ല ഉണ്ടാവുക. അതിന് പകരം എല്ലാവരും പൊതുവായി കൽപ്പിക്കപ്പെടുന്ന ചില മൂല്യങ്ങളും അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളൊക്കെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ, അതുപോലെ തന്നെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരു സ്പോർട്സ് ടീം ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ എന്താണ്? ഒരു അനൗപചാരിക സംഘടനയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ മനുഷ്യന്മാർ തമ്മിൽ ഇടപെടാൻ ഉണ്ടാക്കുന്ന സംവിധാനത്തിൻ്റെ പ്രത്യേകത അതിന് കൃത്യമായൊരു ഘടന ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ അതിലെ അംഗങ്ങൾ തമ്മിൽ പെരുമാറുന്നതിന് കൃത്യമായ ചട്ടങ്ങൾ എഴുതി വെക്കണം എന്നൊന്നും ഇല്ല. ഉണ്ടോ? അപ്പോൾ അത്തരത്തിലുള്ള സംഘടനകളെ എന്തെന്ന് വിളിക്കും? അനൗപചാരിക സംഘടന. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.